ഹായ്, ആർട്ട്ലെസ് മിനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നല്ലൊരു ക്ലൈമറ്റാണ്. പെയിൻ്റൊക്കെ ചെയ്യാനുള്ള അടിപൊളി ക്ലൈമറ്റാണ്. വലിയ ചൂടുമില്ല, ഭയങ്കര തണുപ്പുമില്ല. പക്ഷെ റെക്കോർഡൊക്കെ ചെയ്യാൻ ചെറിയ പ്രശ്നം ഉണ്ടാവും. ചെറിയ നോയ്സ് ഡിസ്റ്റർബൻസും കുറച്ച് മഴ പെയ്യുന്ന ഒച്ചയൊക്കെ നിങ്ങൾക്ക് അവിടെയും ഇവിടെയൊക്കെ കേൾക്കാം. ചിലപ്പം വേണമെങ്കിൽ കാക്ക കരയുന്നതും പട്ടി വരയ്ക്കുന്നതൊക്കെ കേൾക്കാം. അപ്പം അതൊക്കെ വിട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കളർ ടെക്നീക്സിൻ്റെ ബാക്കി ടെക്നിക്സ്. അതായത് ഞാനൊരു 7 എണ്ണയെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കൂടാതെ കുറച്ചെണ്ണം കൂടി ഉണ്ട്. ഒരു ഓൾമോസ്റ്റ് മൊത്തത്തിലൊരു 22 എണ്ണം, അത്രയ്ക്കേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. 22 എണ്ണം ടെക്നിക്ക് വൈസ് ഡിവൈഡ് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര എളുപ്പമാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു അത് വേണ്ട, എന്തായാലും ഒരു സെമി ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് ഓരോന്നിനും ഓരോ പെയിൻറ്റിങ് എടുത്തിട്ട് അതിനകത്ത് പല മെത്തേഡ്സും പല ടെക്നിക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. അതേപോലെ അപ്പോൾ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതായത് ടൈപ്സ് ഓഫ് പെയിൻറ്റ് ബ്രഷും അതിൻ്റെ യൂസസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ പെയിൻറ്റ് ബ്രഷസാണ് വേണ്ടതെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക. അതേപോലെ വീഡിയോസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്സ് ബിലോ. പിന്നെ പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണുന്ന 7 ടെക്നിക്സ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ടെക്നിക്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ നെഗറ്റീവ് പെയിൻറ്റിങ് എന്താണെന്ന്. അപ്പം നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനൊരു ലൈറ്റ് ഷെയ്ഡ് കളർ കൊണ്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഷെയ്ഡിൻ്റെ ഡാർക്ക് കളർ കൊണ്ട് നമ്മളതിനെ വരച്ചെടുക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രീൻ ചെയ്തു, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഡാർക്ക് ഗ്രീനിനെ കൊണ്ട് ഇലകൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ലിഫ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫെദർ ഔട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പെയിൻറ്റിന് നല്ലോണം നനച്ച് പെയിൻറ്റ് ചെയ്യും. ഒരു വാഷ് അടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് അവിടെ പെയിൻറ്റ് വേണ്ടാന്ന് വയ്ക്കുക. അപ്പം ഈ സണ്ണിൻ്റെ റേ ഒക്കെ വരുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു ഡ്രൈ ബ്രഷ്, തീരെ വെള്ളമില്ലാത്ത ബ്രഷിനെ കൊണ്ട് ജസ്റ്റ് അതിലൂടെ ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പെയിൻറ്റ് നമ്മളെ ബ്രഷിൻ്റെ കൂടെ ഒബ്സർവ് ആയിട്ട് പോരും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വൈറ്റ് സ്ട്രിപ്പ്, നമ്മളിങ്ങനെ സ്ട്രിപ്പ് പോലെ വലിക്കുകയെന്ന് വെച്ചാൽ സ്ട്രിപ്പ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വൈപ്പ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ലിഫ്റ്റ് ഔട്ട് പോലെ തന്നെ നമ്മൾ ഒരു വാഷ് അടിച്ചിട്ട് നമുക്ക് ഈ ക്ലൗഡിൻ്റെ ഇഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ജസ്റ്റ് സ്മഡ്ജ് ചെയ്യും. അപ്പോൾ അവിടെ പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് ഇതിൻ്റെ കൂടെ പോരും. അപ്പോൾ അവിടെ ചെറിയൊരു വൈറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടിയിലുള്ള കളറ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സ്കംപ്ലിങ്. ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് സ്കംപ്ലിങ് എന്താണെന്ന് അറിയാൻ മതിയാവും. സ്കംപ്ലിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ബ്രഷിൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പം ഈ ഷ്രബ്സിൻ്റെ, മരത്തിൻ്റെ ഇലകൾ, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് സ്പീഡിൽ ബ്രഷിനെ ഇങ്ങനെ റൗണ്ട് ചെയ്തു പോവുക. പുഷിങ് ഔട്ട് പിഗ്മെൻറ്റ്. അപ്പോൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഫക്റ്റ് വേണം. അതായത് ഡാർക്ക് ടു ലൈറ്റ് പോകുന്ന ഒരു ഷെയ്ഡുള്ളൊരു സാധനത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പെയിൻറ്റ് ബ്രഷിനകത്ത് നല്ലോണം പെയിൻറ്റ് ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരച്ചു തുടങ്ങിയിട്ട് ജസ്റ്റ് പുഷ് ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട എഫക്റ്റ് കിട്ടും. അതായത് നമ്മൾ താഴെ നല്ല ഡാർക്കായിട്ടും ടുവേഴ്സ് ദ ടിപ്പ് ലൈറ്റായിട്ടും കിട്ടും. അത് കഴിഞ്ഞാൽ ലെയറിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. നമ്മളെ പെയിൻറ്റിങ്ങിന് റിയലിസ്റ്റിക് ആക്കുന്ന ഒരു മെത്തേഡാണ് ലെയറിങ്. അതായത് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ശരിക്കും ചെയ്ത് അത് കഴിഞ്ഞ് അത് നല്ലോണം ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ നെക്സ്റ്റ് ലെയർ ചെയ്യുക. അങ്ങനെ 2, 3, 4 ലെയർ ചെയ്തിട്ടാണ് നമ്മളൊരു ചിത്രത്തിന് ഒറിജിനാലിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ലൈഫ്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊരു ലൈഫ് കൊടുക്കുന്നത്. ആ മെത്തേഡിനാണ് പറയുന്നത് ലെയറിങ് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് എന്നും പറയും. ഡ്രൈ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ സ്പേസ് ചെയ്യണമെങ്കിൽ നമ്മൾ കളർ പിഗ്മെൻറ്റിനെ കൂട്ടിയിട്ട് ഓൾമോസ്റ്റ് തീരെ വെള്ളമില്ലാതെ ജസ്റ്റ് കളർ പിഗ്മെൻറ്റ് കുറച്ചൊന്ന് ബ്രഷിൻ്റെ മുകളിൽ വരാൻ വേണ്ടി കുറച്ചൊന്ന് വെള്ളമാക്കിയിട്ട് നല്ല ഹൈ പിഗ്മെൻറ്റോടെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നതിനാണ് ഡ്രൈ ബ്രഷ് എന്ന് പറയുന്നത്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് എഡ്ജ്, ഇത് മോസ്റ്റ്ലി ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹാർഡ് എഡ്ജ് എന്ന് പറയുന്നത് മുകളിൽ കാണുന്നത് കണ്ടോ, നമുക്കവിടെ
ആ ആകാശത്തിൻ്റെ അവിടെ ശരിക്കും ക്ലിയർ ആയിട്ടൊരു ഡാർക്ക് ബ്ലൂ എഡ്ജ് വന്നതുണ്ടോ, ആ എഡ്ജ് വരുന്നത് അങ്ങനത്തെ എഡ്ജാണ് നമ്മൾ ഹാർഡ് എഡ്ജ്. അതേപോലെ താഴോട്ട് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ആ പേപ്പറായിട്ട്. അപ്പോൾ ഈ താഴെ നമുക്കതിനൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഒരിതാണ് നമ്മുടെ സോഫ്റ്റ് എഡ്ജ്. അത് നല്ലോണം ബ്ലെൻഡ് ആയിപ്പോയില്ലേ. ഇതാണ് ഹാർഡ് എഡ്ജും സോഫ്റ്റ് എഡ്ജും. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഓരോ ഇഫക്റ്റുകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അതിലാദ്യത്തെ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പെയിൻറ്റിൽ മുക്കുക, നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ കിട്ടും. സോൾട്ട് മോസ്റ്റ്ലി ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് നൈറ്റ് സ്കൈ ചെയ്യാനാണ്. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കിക്കോ. ജസ്റ്റ് ഉപ്പിടുക, അതിൻ്റെ നനഞ്ഞ പേപ്പറിലാട്ടോ, പെയിൻറ്റ് നനഞ്ഞ വെറ്റായിട്ടുള്ള സർഫസിനകത്തേക്ക് ജസ്റ്റ് ഉപ്പിടുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഫ്ലേക്കൊക്കെ വന്ന് സ്നോ ഫ്ലേക്കൊക്കെ കിടക്കുന്ന മാതിരിയാവും. ഉണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോപ്പ് ദ കളർ ഇൻ വെറ്റ് കളർ, അതായത് നനഞ്ഞ പെയിൻറ്റ്. ഇപ്പം അതിനകത്ത് ആ സ്കൈ ബ്ലൂ അത് നനഞ്ഞിട്ടുള്ള, അതിനകത്ത് ഞാൻ വീണ്ടും കുറച്ച് ഡാർക്ക് ബ്ലൂ അതിൻ്റെ ജസ്റ്റ് വെറുതെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയോ, ബാക്ക്ഗ്രൗണ്ടും ഈ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന കളറും കൂടി ജസ്റ്റ് ബ്ലീഡ് ആവും. അതുണ്ടോ, അതിങ്ങനെ സ്പ്രെഡ് ആവുന്നത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ബ്ലീഡ് ആവും. അത് ആ ഒരു വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത്. അപ്പോൾ ഈ ഓൾറെഡി ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. അതേ ഇഫക്റ്റാണ് നമുക്ക് ആൽക്കഹോൾ യൂസ് ചെയ്താലും കിട്ടുന്നത്. ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ജസ്റ്റ് ഇങ്ങനെ കുത്തിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ബ്ലീഡ് ആവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് സ്പ്ലാറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ നൈറ്റ് സ്കൈ ഒക്കെ ചെയ്യുമ്പം ഈ നക്ഷത്രങ്ങൾ ചെയ്യില്ലേ, ഇങ്ങനെ കുത്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷിനെ കൈമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കുറേ സ്റ്റാർസ് വന്ന പോലെ ഒരു ഇഫക്റ്റ് കിട്ടും. അതിനാണ് നമ്മൾ സ്പ്ലാറ്ററിങ് എന്ന് പറയുന്നത്. ഈ പെയിൻറ്റിങ്ങിന് അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. സ്ക്രാച്ചിങ് വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ആദ്യം ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഷാർപ്പുള്ള ടൂൾ എന്തെങ്കിലും, ഇപ്പം നൈഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിനെക്കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ വരച്ച് കഴിഞ്ഞാൽ ആ വരച്ച ലൈൻ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് ബ്ലൂ, പക്ഷേ ഈ നൈഫ് കൊണ്ട് വരയ്ക്കുന്നത് കുറച്ചും കൂടി ഡാർക്കായി നിൽക്കും. ഇപ്പം ഇങ്ങനെ ഈ ലീഫിൻ്റെ ഒക്കെ ലൈൻ വരയ്ക്കാനാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടൂൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ വൈറ്റ് പെന്നാണ്. വൈറ്റ് പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാസ്കിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇതിനെ വേറൊരു കളർ ആവാതെ കവർ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ മാസ്കിംഗ് ഫ്ലൂയിഡോ ഉപയോഗിച്ച് അതിനവിടെ കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഈ മാസ്കിംഗ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ കളർ കൊടുക്കേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. അപ്പം അതായത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായില്ല, നമുക്ക് വേഗത്തിൽ ചെയ്യുകയും ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനാണ് നമ്മൾ മാസ്കിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.